പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നോ? ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് കാണുന്നില്ലേ? സാധാരണ കടൽ തീരങ്ങളിലുള്ള പട്ടണങ്ങളിൽ ഇതുപോലെയുള്ള ലൈറ്റ് ഹൗസുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. എന്തിനാണെന്ന് വെച്ചാൽ, കടലിൽ കപ്പലുകൾ പോകുന്ന സമയത്ത് രാത്രി സമയത്ത് മൊത്തത്തിൽ ഇരുട്ട് മാത്രമായിരിക്കും. അപ്പോൾ കര എവിടെയാണെന്ന് അവർക്കറിയില്ല, ഡയറക്ഷൻ അറിയാൻ കഴിയില്ല. പക്ഷേ ഇതിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൽ, ഈ ലൈറ്റ് ഹൗസിൽ നിന്നും വരുന്ന വെളിച്ചമുണ്ടല്ലോ, ഇരുട്ടിൽ ദിശയറിയാതിരിക്കുന്ന കപ്പലുകൾക്ക് അഥവാ മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവന്മാർക്ക് അവർക്ക് ദിശയറിയില്ല. കടലിൽ ചെന്ന് ആഴത്തിൽ മീൻ പിടിക്കും, ചുറ്റും ഇരുട്ടായിരിക്കും. അതാണ് കര. അതെത്ര ദൂരെയാണ് എന്ന് കണ്ടുപിടിച്ച് ശരിയായ വഴിയിൽ അവരെ നയിക്കുവാനായി ഈ ലൈറ്റ് ഹൗസ് തികച്ചും സഹായകരമായിരിക്കും. വെളിച്ചമില്ലെങ്കിൽ പിന്നെ ഇതുണ്ടാക്കിയിട്ട് എന്താണ് പ്രയോജനം? വെളിച്ചം വേണമല്ലോ. യേശു യോഹന്നാൻ 8:12 പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറയുന്നു. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു എന്ന വെളിച്ചം, ഇത് അന്ധകാരം നിറഞ്ഞ ലോകമാണ്. പാപം നിറഞ്ഞ ലോകം, ശാപം നിറഞ്ഞ ലോകം, പിശാചിന്റെ ക്രിയകൾ നിറഞ്ഞ ലോകം. ചില സമയത്ത് നാം ഇരുട്ടിൽ തപ്പി നടക്കും. എന്തു ചെയ്യും? എങ്ങനെ ചെയ്യും? ജീവിക്കാനാകുമോ? ഇരുട്ടിൽ തപ്പി നടക്കും, ഏതു വഴിയിലൂടെ പോകണം എന്നാലോചിച്ച്. ആ സമയത്ത് യേശുവിനെ നോക്കി നടന്നാൽ യേശു വെളിച്ചം കാണിക്കും. ഇതാണ് വഴി, ഈ വഴിയിലൂടെ നടക്ക്. സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ ഇതാണ് വഴി. ആശീർവാദത്തോടെ ഇരിക്കണമെങ്കിൽ ഇതാണ് വഴി. ജയിക്കണമെങ്കിൽ ഇതാണ് വഴി. നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണമെങ്കിൽ ഇതാണ് വഴി. വെളിച്ചത്തെ തരുവാനായി പ്രകാശം നൽകുന്നവനാണ് യേശുക്രിസ്തു. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ഇരുട്ടിലാണെന്നതുപോലെ തോന്നുന്നു. ഒരു വഴിയും കാണുന്നില്ല എന്ന് വിചാരിക്കുകയാണോ? യേശുവിന്റെ നേരെ നോക്കൂ. യേശു നിങ്ങൾക്ക് നല്ലൊരു വെളിച്ചം കാണിച്ച് വെളിച്ചത്തിന്റെ പാതയിൽ നടത്തും. അത് നിങ്ങൾക്ക് അനുഗ്രഹമുള്ളതായിരിക്കും. തപ്പി നടക്കുന്ന നിങ്ങളോടാണ് പറയുന്നത്, എന്റെ മകനെ, മകളെ, ഞാൻ നിനക്ക് വെളിച്ചമായിരിക്കുന്നു, ഞാൻ നിനക്ക് പ്രകാശമായിരിക്കുന്നു. എന്നെ അനുഗമിക്ക്, ഞാൻ നിന്നെ വെളിച്ചത്തിൽ നടത്തും, ശരിയായ പാതയിൽ നടത്തും എന്ന് യഹോവ നിങ്ങളോട് പറയുന്നു. അതിനാണ് യേശു കുരിശിൽ തന്നെ ബലിയർപ്പിച്ച് നമ്മെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പിശാചിന്റെ ശക്തിയിൽ നിന്നും വീണ്ടെടുത്ത് പ്രകാശമുള്ള ഒരു ജീവിതം നൽകാനായി തന്നെ കുരിശിൽ ബലിയർപ്പിച്ചത്. നട്ടുവെച്ച ആ കുരിശിൽ തൂങ്ങി മരിക്കുമ്പോൾ 3 മണിക്കൂർ അന്ധകാരം വ്യാപിക്കുകയുണ്ടായി. യേശു ഇരുട്ടിനെ നേരിട്ടു. നമുക്ക് പ്രകാശം തരാനായി ഇരുട്ടിന്റെ പാതയിലൂടെ കടന്നുപോയി. മരണത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് വിജയം വരിച്ചു. ആ യേശുവാണ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, കലങ്ങരുത്, ഞാൻ നിനക്ക് വെളിച്ചമായിരിക്കുന്നു, വഴികാട്ടും എന്ന് പറയുന്നു. വിശ്വാസത്തോടെ പറയൂ, യേശുവേ, അങ്ങെനിക്ക് വഴി കാട്ടേണമേ. ഏത് വഴിയിലൂടെ പോകണം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇരുട്ടിൽ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. എനിക്ക് വെളിച്ചം കാണിച്ച് വഴി നടത്തേണമേ. ഇന്നെനിക്കൊരു വഴി കാട്ടേണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ